ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? പിന്നെ എന്തൊക്കെ? പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേനും ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് 4:45 4:30 ആകുമ്പോഴത്തേനും മക്കൾ സ്കൂളിൽ വിട്ട് വരും കേട്ടോ. അപ്പം ചായ ഒരു 4 മണിയാകുമ്പോൾ ചായ ഉണ്ടാക്കാൻ പോയിട്ട് അപ്പം ഒരു 4:30 അപ്പോൾ ഉണ്ടാക്കി വെച്ച ചെറിയ ചൂടിൽ കുടിച്ചും ചെയ്യാം. അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഇന്ന് പാൽപ്പൊടി ചായ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ പാൽപ്പൊടി ചായ. എപ്പോഴും ഉണ്ടാക്കലൊന്നുമില്ല, കൊണ്ടുപോയാൽ നമ്മൾ പാൽപ്പൊടി കൊണ്ടുവന്ന് വേഗം കാലിയാവും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ പാൽപ്പൊടിൻ്റെ പേക്ക് കണ്ടപ്പോഴത്തേനും ജന്നക്കുട്ടി പേക്കിൽ വന്നാണ്ട് കൈ നീട്ടാണ് കേട്ടോ. അപ്പം കുട്ടികൾക്കായാലും നമുക്കായാലൊക്കെ പാൽപ്പൊടി തിന്നാൻ രസമാണല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ പാൽപ്പൊടി ചായ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ചായപ്പൊടി കുറച്ച് തോനെ ഇട്ടു കേട്ടോ പാൽ ചായ ഉണ്ടാക്കിയപ്പോൾ. എന്നിട്ട് വേറൊരു പാത്രത്തിലാണ് കേട്ടോ ചായപ്പൊടി അല്ല പാൽപ്പൊടി ഇട്ട് നമ്മൾ ഉണ്ടാക്കിയ ചായ പാർന്നത്. നമുക്ക് കട്ട പിടിച്ചില്ലല്ലോ, അപ്പോൾ അങ്ങനെയാണ് കാട്ടിയത്. പിന്നെ പഞ്ചാരൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ അടുക്കളയിൽ നിന്ന് പോന്നു കേട്ടോ. പിന്നെ വായ്ക്കപ്പൊരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വൈകുന്നേരം വായ്ക്കപ്പൊരിയും ചായയും ആയിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്ന് പിന്നെ ഇന്ന് മക്കളെ പഠിപ്പിക്കുന്ന ഷെയറും ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളെ പറ്റി ചോദിച്ചാനും പഠനത്തിൻ്റെ പറ്റി ചോദിച്ചാനും അങ്ങനെ അതിലൊക്കെ വന്നതാണ് കേട്ടോ. അതിനൊക്കെ ആയിട്ട് വന്നതായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ മക്കൾ വന്നു. മക്കൾ പിന്നെ ചായയൊക്കെ കുടിച്ചു, പിന്നെ കുളിച്ചു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് പിന്നെ ഒരു ചെറിയ ട്യൂഷൻ ഉണ്ട് കേട്ടോ, ഒരു മണിക്കൂർ. പിന്നെ ആ ട്യൂഷനിൽ പിന്നെ ഇരിക്കണം കേട്ടോ. പിന്നെ മാഷ് വന്നോട്ട് 5:15 5:30 ആയിന് കേട്ടോ ട്യൂഷന് ഇരിക്കുന്നപ്പോൾ. അപ്പം ഒരു മാസത്തിന് മക്കളെ മട്ടം പോലെ പഠിപ്പിക്കാൻ വിചാരിച്ചിട്ട് മക്കളെ അടങ്ങിയിരിക്കലുണ്ട്. തുടർച്ചയായി പഠിപ്പിക്കണം വിചാരിച്ചിട്ടുണ്ട് മക്കളെ. നമ്മളിപ്പോൾ ട്യൂഷനായാലും അടങ്ങിക്കണ്ടല്ലോ, ഏതായാലും മക്കൾ വിചാരിച്ചണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മാസമായിട്ട് നിർത്തണം വിചാരിച്ചിട്ടുണ്ട്. മക്കളെ മട്ടം പോലെ അങ്ങനെ മക്കൾക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെയും പോകാൻ വിചാരിച്ചിട്ടേ ഒന്ന് ഉണ്ടാക്കിയത് കേട്ടോ, മദ്രസത്തെ പഠിപ്പിക്കാൻ കേട്ടോ. പിന്നെ അതൊരു മണിക്കൂർ ഉണ്ടായിരുന്നു മക്കൾക്ക് ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് രാത്രിയൊക്കെ ആയി ഭക്ഷണമൊക്കെ കൊടുത്തു കേട്ടോ. ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പാത്രമൊക്കെ മോറിയില്ലേ, അതാണൊരു പണിയില്ലേ. എത്താനും പാത്രം നമ്മൾ രാവിലെ ചോറും കറി ഉണ്ടാക്കിയ പാത്രമൊക്കെ ചോറ് അധികം പാകമാവല്ലോ കേട്ടോ. ബാക്കി അങ്ങനെ ഉണ്ടാവില്ല, ബാക്കി എപ്പോഴെങ്കിലൊക്കെ ആവല്ലോ ഉള്ളൂ. ഇനിയിപ്പോൾ ആരെങ്കിലും ഒരാൾ തിന്നാന്നാലോ അങ്ങനെയൊക്കെ ഉച്ചക്ക് ചിലപ്പോൾ ചായയും കടിയും കുടിച്ച് കഴിഞ്ഞപ്പോൾ മാണ്ടാറി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ബാക്കിയുണ്ടാവും. അല്ലെങ്കിൽ ഉച്ചക്കും രാത്രിയും എല്ലാവരും നമ്മളെ പോലെ തിന്നാണെങ്കിൽ എന്തെങ്കിലും ചോറ് പാകമാവും കേട്ടോ. പിന്നെ പിറ്റേന്നില്ല കേട്ടോ, അങ്ങനെ കേട്ടോ. അപ്പോൾ പിന്നെ ചോറിൻ്റെ പാത്രം കറിയില്ല പാത്രം ഒക്കെ മോറി വെച്ചു കേട്ടോ. അപ്പോൾ മക്കളോട് എഴുതാൻ പറഞ്ഞിട്ടാണ് സ്കൂൾക്ക് നോക്കുമ്പോൾ മദ്രസക്കൊക്കെ എഴുതാൻ ഉണ്ടാവില്ലല്ലേ. അപ്പോൾ എഴുതാമെന്നൊക്കെ പറഞ്ഞിന്. അപ്പോൾ ഞാനില്ലെങ്കിൽ മക്കൾ ഇങ്ങനെ നീച്ച് നടക്കട്ടെ, നമ്മളെടുത്ത് ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഒറ്റക്ക് എഴുതി പഠിച്ച് അങ്ങനെ. അപ്പോൾ നാളെ മലയാളം വായിച്ച് വരാൻ പറഞ്ഞാണ് പറഞ്ഞാണ്ട് പാഠം ഞാൻ വായിക്കുക എന്നിട്ട് ഞാൻ പോകുന്ന എൻ്റെ വേഗം കൂടെ നടക്കും കേട്ടോ. അപ്പോൾ പിന്നെ അപ്പോൾ ചീത്ത അറിയണം, അവിടെ കണ്ടില്ല അലീഫിൻ്റെ വേഗം കൂടെ വരികയാണ് വായിക്കാൻ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഇൽഫി കേട്ടോ. പിന്നെ മോറ് കഴിഞ്ഞാൽ പിന്നെ മലയാളമൊക്കെ ഒന്ന് വായിപ്പിച്ചു. പിന്നെ സ്കൂൾക്ക് കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് എഴുതിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ചെറിയൊരു വീഡിയോ ആയിട്ട് വരാൻ വിചാരിച്ചതാണ് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ് പറയുക, അപ്പോൾ ഇഷ്ടപ്പെടാൻ ലൈക്കും ചെയ്യട്ടോ. പിന്നെ വേഗം അവിടെ കൊണ്ട് തോറ്റിട്ടോ. പിന്നെ പച്ചരി ഉണ്ട് വെള്ളത്തിലിടണില്ല കേട്ടോ, കടലുണ്ട്. ഞാൻ ഇന്നലെ അന്നന്തിക്കന്നെ ഇങ്ങനെ വിചാരിച്ചു നാളെ പൂരി ഉണ്ടാക്കുക, പൂരിയും മുട്ട റോസ്റ്റും ഉണ്ടാക്കുക വിചാരിച്ചോട് അന്ന് പിന്നെ പച്ചരി വെള്ളത്തിലിട്ടില്ല കേട്ടോ. അപ്പോൾ പൂരി ഇവിടെ മക്കൾക്ക് എല്ലാം ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവില്ലേ പൂരിയൊക്കെ. അപ്പോൾ അതിലേക്ക് മുട്ട റോസ്റ്റും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പച്ചരി അങ്ങനത്തെ വെള്ളത്തിലിട്ടില്ല. പിന്നെ കഴിഞ്ഞ് വേഗം മടക്കി വെക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അപ്പം മടക്കി വെക്കാൻ വേണ്ടി കുറച്ച് 2-3 ഒന്ന് മടക്കിയപ്പോൾ നമ്മളെ ജന്നക്കുട്ടി നീച്ചു കേട്ടോ. ജന്നക്കുട്ടി ഇന്ന് നേരത്തെ ഉറങ്ങിയിട്ടൊരു 8:30 ആയപ്പോഴത്തേനും ജന്നക്കുട്ടി ഉറങ്ങീന് കേട്ടോ. എന്താണെന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. ഉച്ചക്കൊന്നും ഉറങ്ങിയിട്ടില്ല.
ഉച്ചക്കൊന്നും ഉറങ്ങാത്തോട് വൈകുന്നേരം മറ്റേത് ഓൾ ചിലപ്പോൾ 4 മണിയായി ഉറങ്ങുന്നു. 4 മണിയായിട്ടും ഓള് ഉറങ്ങിയിട്ടില്ല. ഇനി അതുകൊണ്ട് പിന്നെ രാത്രി വേഗം ഉറങ്ങി. അല്ലെങ്കിൽ ഓള് 12 മണിയൊക്കെ ആവട്ടെ ഉറങ്ങാൻ നിന്നപ്പോൾ. ഇന്നലെ 8:30 ആയിരുന്നുള്ളൂ ഉറങ്ങിയിട്ടോ. അപ്പോൾ പിന്നെയും ഓൾ ഉറക്കം ശരിയാവാത്തോടെ തന്നെ അങ്ങനെ നീച്ചിനുണ്ട്. ഓൾക്ക് ഫാൻ വേണം കേട്ടോ. ഫാനില്ലാതെ കിടക്കാൻ കഴിയില്ല. പക്ഷേ പെരും തണുപ്പല്ലേ. അപ്പം ഞാൻ എന്താട്ടും ഫാൻ ഇട്ട് കൊടുക്കില്ല രാത്രി ഇട്ടാൽ. പിന്നെ കൊതുക് അടിച്ചിട്ട് ഉണ്ടാവും. ഫാൻ ഇട്ട് കൊടുത്താൽ പിന്നെ തണുപ്പും വിചാരിച്ചിട്ട്. പകലൊക്കെ ആണെങ്കിൽ പിന്നെയും ഫാൻ ഇട്ട് കൊടുക്കും. രാത്രിയാകുമ്പോൾ പിന്നെയും കുറച്ച് തണുപ്പാണല്ലോ. അപ്പോൾ ജലദോഷമൊക്കെ വേഗം പിടിച്ചും ചെയ്യും ഓൾക്ക്. അടുത്ത് കൂടെ പോയാൽ മതി പറഞ്ഞ പോലെ. അപ്പോൾ പിന്നെ അവൾ ഉറങ്ങിയല്ലൊക്കെ നോക്കി പിന്നെയും വീണ്ടും മടക്കി വെക്കാൻ പോയിട്ടോ ഞാൻ. പിന്നെ വേഗം മടക്കി. അപ്പം പിന്നെ അലൂഫ് ഉറങ്ങീന്ന് കേട്ടോ അവിടെ. അലൂഫ് ഉറങ്ങി. ഇൽഫ ഉറങ്ങിയിട്ടില്ല, അലൂഫ് ഉറങ്ങിയിട്ടോ. പിന്നെ ഇന്നലെ മടക്കി വെച്ച്, ഇന്നലെയും മടക്കി വെച്ചിട്ടില്ല ഇനിയിട്ട്. അപ്പോൾ 2 ദിവസത്തെ മടക്കി വെക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മടക്കി വെക്കാനായപ്പോൾ പിന്നെ ഇച്ചിരി മടി ഇട്ടോ. പെരും മടി മടക്കി വെക്കണമല്ലോ എന്ന് വിചാരിച്ച് കാണുമ്പോൾ തന്നെ ഒരു മടി ഇട്ടോ. ചിലപ്പോൾ മടക്കി വെക്കാൻ നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മടക്കും കേട്ടോ. മടി. അപ്പോൾ ഇൽഫ ഇങ്ങനെ വന്നപ്പോൾ ഇൽഫനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ ഇജ്ജ് സഹായിച്ചുണ്ടാ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് ഓള് പിന്നെ ഞാൻ ജനൻ്റെ മടക്കി വെച്ചതൊക്കെ ഓള് ജനൻ്റെ കൊട്ടിക്കൊക്കെ ഇട്ടിട്ടോ. ഓരോരുത്തർക്ക് ഓരോ കൊട്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ കൊണ്ടുവന്ന് ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. ഇൽഫ നല്ല നേക്ക് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്നോട് ഇങ്ങനെ മടക്കി വെക്കും വെച്ചാൽ അങ്ങനെ മടക്കി വെക്കുക. നമുക്ക് ഇതില്ലെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലൊക്കെ മടക്കി വേഗം കഴിഞ്ഞാൽ മതിയല്ലോ. ഞാൻ പിന്നെ കടക്കില കൊണ്ടുവന്ന് ഇട്ടത്. അപ്പോൾ അതൊന്നൊക്കെ ഒഴിച്ചെങ്കിൽ അലൂഫ് ഷോഫിയിലെ ആളിൽ കിടക്കുന്നുണ്ട്. അവനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്താനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് കിടക്കുക. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇനി നാളെ ആളിൽ മേശം വെക്കുകയാണെങ്കിൽ പിന്നെ വെച്ചാൽ മടിയാണെങ്കിൽ നാളെ മടക്കാന്ന്. ഇന്ന് കടക്കിലായി അവിടെ പിന്നെ അപ്പം തന്നെ മടക്കി കഴിഞ്ഞാൽ കഴിഞ്ഞും ചെയ്തു. പക്ഷെ മടക്കി കിട്ടാൻ ചിലപ്പോൾ ഒരു മടി. അപ്പം ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു മടി വന്നു. അപ്പം എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ അങ്ങനത്തെ ഓരോ മടിയാൾ ചില ദിവസങ്ങൾ. അപ്പോൾ വേഗം എൻ്റെ അതൊരു കൂട്ടം, മല്ലുവിൻ്റെ ഒരു കൂട്ടം, ഇക്കാൻ്റെ പിന്നെ വല്ലാതെ ഇല്ല കേട്ടോ. ഇല്ലൊട്ടീൻ്റെ ഒരു കൂട്ടം, ജന്നൻ്റെയാണ് അധികം ഇവിടെ ഉണ്ടാവല് മടക്കി വെക്കാനകത്ത് തന്നെ. ഓളൊരു ദിവസം 5 6 7 8 പറഞ്ഞ പോലെയാണ്. ചായ കുടിച്ചാൽ വെള്ളം കുടിച്ചാൽ കുപ്പായത്തുമ്പോൾ അപ്പം മാറ്റിയിടും. അങ്ങനെ ഓൾക്ക് ഒരു ദിവസം 8 ഓളെ കൂട്ടം ഉണ്ടാവും കേട്ടോ. തിരുമ്പാൻ തോനെ ഉണ്ടാവും തിരുമ്പാൻ ഓളുടെ. പിന്നെ ഇക്കാൻ്റെ പിന്നെ എല്ലാവരും ഒരു തുണി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇക്കാൻ്റെ വേഗം മടക്കി വെച്ചു. പിന്നെ ഇക്കാൻ്റെ പിന്നെ ചിലപ്പോൾ തിരുമ്പും കേട്ടോ. കുളിച്ചാൻ പോകുമ്പോൾ കുളത്തൊക്കെ അങ്ങനെയൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ തിരുമ്പോൾ ഇവിടെ അടുത്തൊരു കുളമുണ്ട് കേട്ടോ. മക്കൾ ചിലപ്പം പോകട്ടെ. ശനി ഞായർ ഒഴിവുണ്ടാകുമ്പോൾ പോകട്ടെ. അല്ലാത്ത ദിവസം പിന്നെ ഒഴിവും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ പോലുമില്ല. അപ്പോൾ വേഗം ഇങ്ങനെ കൊണ്ടുപോയിടട്ടോ. കൊട്ട ഞങ്ങൾ കോണിക്കൂടിൻ്റെ അവിടെ ഇട്ട് വെച്ചത്. അപ്പോൾ പിന്നെ വേഗം വയ്ക്കും. അല്ലൂനും ഒരു കൊട്ട, ഇല്ലൂനും ഒരു കൊട്ട, ഇച്ചൊരു കൊട്ട കേട്ടോ. 3 കൊട്ട. ഇക്കാക്ക് കൊട്ടയില്ല.